വീണ്ടും കുഞ്ഞനുഭവം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. കുഞ്ഞനുഭവം എന്നൊന്നും പറഞ്ഞില്ലാലോ. അതൊക്കെ വലിയ അനുഭവങ്ങളല്ലേ. വേഗം വായിക്കുക. കുഞ്ഞനുഭവം അല്ലേ, നമുക്ക് കേൾക്കാം. ശ്രീകാന്ത് സാർ, എനിക്കൊരു അനുഭവം പറയാനുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടികളെ കൃഷ്ണവേഷം കെട്ടിപ്പിച്ച് അമ്പലത്തിൽ വിളക്കെടുപ്പിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് കുട്ടികളായപ്പോൾ രണ്ട് പെൺകുട്ടികൾ, അവരെയും കൃഷ്ണവേഷം കെട്ടി വിളക്കെടുപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാനൊരു കൃഷ്ണഭക്തി ആയിരുന്നില്ല. അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പോവും. എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് കൃഷ്ണന് മുന്നിലാണ്. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കണ്ണനുമായി വഴക്കിടും. മോനെ എന്ന് വിളിച്ച് സംസാരിക്കും. ഇത് കേൾക്കുമ്പോൾ മക്കൾ ചിലപ്പോൾ എന്നെ കളിയാക്കാറുണ്ട്. എനിക്ക് അനുഭവം എന്താ, അത് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. ശ്രീകാന്ത് സാർ പറയുന്ന കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ കണ്ണൻ എത്ര കുഞ്ഞു അനുഭവങ്ങൾ തന്നു എന്ന് മനസ്സിലായത്. ഇപ്പോൾ കണ്ണൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇത് ശ്രീകാന്ത് സാറിൻ്റെ മനോഹരമായ ശബ്ദത്തിലൊന്ന് പറയണം. അപ്പം അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണനായിട്ട് അടുക്കുക എന്നുള്ളത് തന്നെയാണ് അനുഭവം. അല്ലാണ്ട് ചില സമയത്ത് ഒരുപാട് വലിയ അനുഭവങ്ങളായിക്കൊള്ളുന്നില്ല. കണ്ണനെ എങ്ങനെ തിരിച്ചറിയുന്നു, കണ്ണനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ അനുഭവങ്ങളുടെ പ്രത്യേകത. ഈ സഹോദരിക്ക് രണ്ട് പെൺമക്കളുടെ അമ്മയാണ്. അപ്പം കണ്ണൻ എന്തായാലും കൂടെ ഉണ്ടാവും. ഒന്നും പറയാനില്ല. എന്തൊരു സുഖമാണ്. ഇന്ന് രാവിലെ ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഹരേ കൃഷ്ണ.